പ്രണവവേദത്തിലൂടെ ശിവൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ശൈവശക്തിയായ ഭൂമി തന്നെയാണ് ഈ ഗംഗാധരനായിരിക്കുന്ന, ഈ വ്യോമകേശനായിരിക്കുന്ന, ചന്ദ്രനാഥനായിരിക്കുന്ന, സദാനന്ദ നടനമാടുന്ന ഈ പരബ്രഹ്മമായി സൂര്യന് ചുറ്റും ആനന്ദ നടനമാടുന്ന ഭൂമി തന്നെയാണ് ശിവനെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമാണ് ഉണ്ടായത്. കാരണം എൻ്റെ ശരീരശക്തിക്ക് കാരണമായിരിക്കുന്നത് ശൈവശക്തിയാണെന്നുള്ള തിരിച്ചറിയിലെ എനിക്ക് വലിയ ഉണർവാണ് നൽകിയത്. ആ വിശ്വാസത്തിലേക്കാണ്, ആ ശാസ്ത്രതലത്തിലേക്കാണ് നമ്മൾ തിരിച്ചെത്തേണ്ടത്. ത്രിഗണ വൈഭവമാണ് ഈ പ്രപഞ്ചം മൊത്തം. ശിവനെ ശിലയായിട്ട് ആരാധിക്കുന്നത് കൂടാതെ വിഗ്രഹമായിട്ട് ആരാധിക്കുന്ന സമ്പ്രദായം ഉള്ളത് കൊണ്ടാണ് ഈ ശിവനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടെത്താൻ തന്നെ കഴിഞ്ഞത്. അല്ലെങ്കിൽ ആ ശിവലിംഗ രൂപത്തിലാണ് ആരാധന പോയിരുന്നതെങ്കിൽ ഒരുപക്ഷെ ശിവൻ ആരാണെന്ന് കണ്ടെത്തുവാനായിട്ട്, വിഗ്രഹിച്ച അർത്ഥത്തെ ഗ്രഹിക്കുവാനുള്ള ശേഷി എനിക്കും കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ എന്തിനാണ് വിഗ്രഹിച്ച അർത്ഥത്തെ ഗ്രഹിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? വിഗ്രഹം എന്തിനാണെന്ന് മനസ്സിലായില്ലേ? എൻ്റെ കണ്ടെത്തലുകൾക്ക് വേഗത കൂട്ടിയത്, എല്ലാ ദേവസങ്കല്പങ്ങളെയും കണ്ടെത്തിയതിൻ്റെ വേഗത കൂട്ടിയത് ആ വിഗ്രഹങ്ങളാണ്. അർത്ഥത്തെ ഗ്രഹിക്കുവാൻ നമുക്ക് പെട്ടെന്ന് കഴിയുന്നത് കൊണ്ടാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത ഒരു ചോദ്യം, ഈ ശിവാരാധനയ്ക്ക് ബദലാണോ വൈഷ്ണവാരാധന? ഈ ഭൂമിയാണ് ശിവൻ, മഹാദേവനാണ് ഭൂമി. 7 കടലും 7 കരയും ചേർന്ന അർദ്ധനാരീശ്വരനാണ് ഭൂമി, അർദ്ധനാരീശ്വരിയാണ് ഭൂമി. ഒരേ സമയം അർദ്ധനാരീശ്വരൻ എന്നും അർദ്ധനാരീശ്വരി എന്നും പറയും. കാരണം രണ്ടുപേരും ഒന്നിച്ച് ചേർന്ന അവസ്ഥയിലാണ്. 7 കരയും 7 കടലും ചേർന്ന രൂപത്തിലാണ് ഭൂമിയുള്ളത്. ജലത്തിന് പ്രാധാന്യമുള്ളിടത്ത് ഭൂമി മാതാവ് എന്ന് പറയും. പാർവതിയുടെ ഭാവത്തിൽ കാണും. പാർവതി എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ, ഈ ശിവൻ്റെ വാമഭാഗമാണ്, ജലമാണ്. മണ്ണിൻ്റെ വാമഭാഗം ജലമാകുന്നു. അതാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ട വസ്തുത. അന്ധവിശ്വാസത്തിൻ്റെ പിറകെ പോകലല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മണ്ണിനെയും ജലത്തെയും ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ആരാധനയാണ് വേണ്ടത്? ശിവഭക്തനാണ്, ഈ ഭൂമി ഭക്തനാണ്, ഈ ഭൂമിയെ സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവനാണ് നമ്മൾ. ഭൂമിയിലെ ഈ ശിവൻ്റെ ഭൂതഗണങ്ങളായിരിക്കുന്ന സർവ്വജീവലോകത്തെയും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവനാണെങ്കിൽ നമ്മൾ എന്ത് ആരാധനയാണ് നമ്മൾ നടത്തേണ്ടത്? ഈ മണ്ണിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്താണ് ആരാധന ചെയ്യേണ്ടത്? വൈഷ്ണവാരാധനയല്ലാതെ വേറെ രക്ഷയില്ല. കാരണം വിഷ്ണു എന്ന് പറഞ്ഞാൽ, ഹരി എന്ന് പറഞ്ഞാൽ ഈ ഹരിതലോകമാണ്. ഈ ഹരിതലോകത്തെ കൊണ്ട് നമ്മൾ ഈ ഭൂമിയെ, ഈ ശിവനെ പൂജിക്കുകയാണ്, സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ ശിവഭക്തരും ചെയ്യേണ്ടത് നാരായണ പൂജയാണ്, മാധവ സേവ തന്നെയാണ് ചെയ്യേണ്ടത്, മണ്ണിനെ മാധവമാക്കാനായിട്ട്. അപ്പോൾ കഴിയുന്നത്രയും നമ്മൾ ശരീരത്തെയും സംരക്ഷിക്കാൻ, നമ്മളുടെ ശിവത്വമുള്ള ശരീരങ്ങളെ ഉണ്ടാക്കാൻ ശവാഹാരങ്ങളെ ഒഴിവാക്കിയിട്ട് വൈഷ്ണവമായിരിക്കുന്ന ആഹാര രീതികളെ പാലിക്കുക. അങ്ങനെ ആഗ്രഹമുള്ളവർ മാത്രം, അതല്ലാതെ വേറൊരു അർത്ഥത്തിൽ അത് എടുക്കേണ്ടതില്ല. ശിവത്വം നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ശവാഹാരം ഒഴിവാക്കേണ്ടി വരും. ഈ ഭൂമിയിൽ ഈ ശിവത്വം നിലനിൽക്കണമെങ്കിൽ നമ്മൾ വൈഷ്ണവാരാധന ചെയ്യേണ്ടി വരും. വൈഷ്ണവാരാധനയിലൂടെ മാത്രമാണ് ശിവാരാധന സാധ്യമാകുന്നത്. ശരിക്കും വൈഷ്ണവാരാധനയിലൂടെ മാത്രമാണ് ജീവഗോളമായി, ജീവൻ്റെ രാജധാനിയായി, ബീജഗോളമായിരിക്കുന്ന ഈ ഭൂമിയെ സംരക്ഷിക്കുവാൻ കഴിയുക. അപ്പോൾ എന്തിനാണ് വൈഷ്ണവാരാധന നടത്തുന്നത്? എന്താണ് മാധവസേവ എന്ന് മനസ്സിലായില്ലേ? സർവ്വജീവലോകത്തിനോടുമുള്ള സേവ മാധവനിലൂടെ മാത്രമേ സാധിക്കൂ. സർവ്വജീവലോകത്തിനെയും സേവിക്കുന്നത് മാധവനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മണ്ണിനെ മാധവമാക്കാനായിട്ട് മാധവസേവ തന്നെയാണ്, വൈഷ്ണവാരാധന തന്നെയാണ്, നാരായണ പൂജ തന്നെയാണ് ശിവന് ഏറ്റവും ഇഷ്ടം. കൂവളമാലയാണ് ശിവന് ഏറ്റവും പ്രിയം. ആ ഹരിയുടെ വൈഭവമാണ് ശിവനെ ചതുപ്പാക്കാതെ, ഈ ഭൂമിയെ ചതുപ്പാക്കാതെ ഉയർത്തി നിർത്തുന്ന വൈഭവം. ഇന്ന് നമ്മൾ പാർവതി ആരാണെന്ന് പറഞ്ഞു? പാർവതി ജലമാണ്, ശ്രീ പാർവതി. മഹാദേവൻ്റെ വാമഭാഗമായിരിക്കുന്ന പാർവതിയാണ് ഈ ജലം. ആ ജലമാണ് ജീവൻ. ഈ ഹരിതലോകമാണ് വിഷ്ണു. ആ വിഷ്ണുവിനോടുള്ള പൂജയാണ്, ആ വിഷ്ണുവിനോടുള്ള ആരാധനയാണ്, ആ സംരക്ഷണ ഭാവമാണ് ശരിക്കും ശിവനെ നീലഗോളമാക്കുന്നത്. പാർവതി ജലമാണ്. ശിവനിലേക്ക് പാർവതിയെ ചേർത്ത് വയ്ക്കുന്നത് മഹാവൈഷ്ണവ ശക്തിയാണ്. ജീവനെ പർവ്വതീകരിക്കുന്നത് ഈ വൈഷ്ണവ ശക്തിയാലാകുന്നു. ജീവൻ എന്ന് പറഞ്ഞാൽ ജലമാകുന്നു. ആ ജീവൻ നമ്മളാകുന്നു. നമ്മൾ ജലത്തിൻ്റെ നായയാണ്. ഞാനെപ്പോഴും പറയുന്ന ഒരു വാചകമാണിത്. 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 1, വിഗ്രഹാരാധന ശരിയാണോ? അർത്ഥമറിയാതെ നമ്മൾ ആരാധിച്ചിട്ട് എന്തിനാണ്? എന്താണ് ദൈവം? നമ്മൾ ദൈവമെന്ന് പറയുന്ന ആ ശക്തിയെ നമുക്ക് വിഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മളുടെ വരുന്ന തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്താണ് പ്രയോജനം?
വിഗ്രഹാരാധന ഇല്ലാത്തവർക്കും ആ അർത്ഥത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? വിഗ്രഹാരാധനയുള്ളവർക്കും പറ്റില്ല, ഇന്ന് വിഗ്രഹാരാധന ഇല്ലാത്തവർക്കും ദൈവം എന്താണെന്ന് ഒറ്റ വാക്കിൽ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആർക്കും കഴിയാതെ അന്യമായി പോയിരിക്കുന്നു, വിഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കല്ല് ഈ ശൈവശക്തിയാണ്, ഈ ശിവൻ തന്നെയാണ്. ആ ശൈവശക്തിയെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മുടെ ശരീരശക്തിക്ക് കാരണം ഈ ശിവത്വമാണ്, ഈ ദേശമാണ് നമ്മുടെ ദശയ്ക്ക് കാരണം, ദേഹത്തിന് കാരണം. നമ്മുടെ ദേഹം എന്ന് പറയുന്നത് ശൈവശക്തിയാലാകുന്നു. മണ്ണും ജലവും ചേർന്ന ശിവനും പാർവതിയും ചേർന്ന അർദ്ധനാരീശ്വര സങ്കല്പമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരമെന്ന് തിരിച്ചറിഞ്ഞാൽ എല്ലാവരുടെയും പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഒരിക്കൽ കൂടി നമസ്കാരം.